നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊല്ലങ്കോട് തന്നെയുള്ള കുട്ടിലിടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കൊല്ലങ്കോട് കാണേണ്ട കുറേ സ്ഥലങ്ങളെ പേരൊക്കെ. പിന്നെ അതാ കുറേ കൊട്ടയും പട്ടിയും ഒക്കെ ആയിട്ട് കുറേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഇത് നല്ലൊരു പാടാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് നമുക്ക് കളിക്കാനും അങ്ങനെ കുറച്ച് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. ഇത് ഇവിടെ അതാ കയറുന്നോട് തന്നെ ഒരു താറാവ് പോലത്തെ, താറാവ് തന്നെയാണല്ലേ, താറാവിൻ്റെ ഒരു കൂട്. പിന്നെ ഒരു തവളക്കിണറുണ്ട് കേട്ടോ. ഒരു വലിയൊരു കിണറാണ് എനിക്ക് തോന്നുന്നു. തവളക്കിണർ പേര് പോലെ തന്നെ തവളയായിരിക്കും അതിലുണ്ടാകാൻ തോന്നുന്നു. പിന്നെ പുറത്ത് അവിടെ കയറുന്ന സ്ഥലത്ത് ഇതേപോലെ കാളവണ്ടിൻ്റെ നമ്മൾ യാത്ര ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ ബാക്ക് സൈഡ്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇങ്ങനെ അടിപൊളി ഒരു പാടം നെല്ലിങ്ങനെ പാകമായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ നടുവ് കൂടി ഒരു വഴിയാണ് അങ്ങോട്ട് ഇങ്ങനെ ദൂരേക്ക്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സമയത്ത് വൈകുന്നേരം ഒരു സൂര്യാസ്തമയത്തിൻ്റെ സമയമായിട്ടുണ്ടാവും. അതേപോലെ കണ്ട ആകാശം കണ്ടോ, സൂര്യാസ്തമയം ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുക. അതിൻ്റെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഇതേപോലെ ലൈറ്റുകളൊക്കെ പഴയ മണ്ണെണ്ണ വിളക്ക് പോലത്തെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. കത്തുമെന്നൊക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ രാത്രി ആയൊക്കെ ഉണ്ട്. കത്തലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നല്ല വിളഞ്ഞ പാകമായിരിക്കും. നെൽക്കതിരുകൾ തന്നെ അവിടെ കാണണമൊക്കെ ഒരുപാട് കണ്ണത്താ ദൂരത്തോളം ഉണ്ട് കേട്ടോ ആ ഏരിയ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. കയറി കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഹട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ല, ഒരു ഹട്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ മുകളിൽ കയറി നല്ല വ്യൂ ഉണ്ടാവും. അതേപോലെ ഫോട്ടോ എടുക്കാനും ഒക്കെ സൗകര്യത്തിനുണ്ടോ. അപ്പോൾ ഏതായാലും കയറി നല്ല കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അതേപോലെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് നടന്ന് കാണാനുള്ള പരിപാടിയാണ്. ഇരുടായിക്കൊണ്ട് നിൽക്കുകയാണ് നേരം. അപ്പം ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. കൊണ്ട് വെള്ളം ഇങ്ങനെ ഒരു പറമ്പിൽ നിന്ന് മറ്റേ പറമ്പിലേക്ക് ഇങ്ങനെ മാറ്റുന്ന വെള്ളം ഇങ്ങനെ ചവിട്ടി നീക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കുറവാണ്. ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി മക്കളൊക്കെ ഒന്ന് കയറി അങ്ങനെ ചവിട്ടിയൊക്കെ നോക്കി അടിപൊളി. നല്ല അവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പുറത്തൊക്കെ ആയിട്ട് സേവ് ദ ഡേറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്ന കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ എൻജോയ് ചെയ്തിട്ട് അടിപൊളി സ്ഥലമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. അപ്പോൾ നല്ല ഒരു സൈഡ് കണ്ടെത്തുമ്പോൾ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതേപോലെ കുറച്ച് ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊല്ലങ്കോട് വരുന്ന ആൾക്കാരൊക്കെ ഒന്നും ഈ സ്ഥലമൊന്നും മിസ് ചെയ്യണ്ട കേട്ടോ. കുടിലിടം എന്നാണ് അങ്ങോട്ട് പറയില്ല. മെയിൻ റോഡുമ്പോൾ തന്നെയാണ്. വണ്ടി റോഡുമ്പോൾ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നേരെ എൻട്രൻസിലോട്ട് കൊണ്ട് കയറുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെക്കുക. പിന്നെ കൊല്ലങ്കോട് വരുന്നതൊക്കെ ഉണ്ട്, ബസ് വരുന്നുണ്ട്. ആ ബസ്സിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ബസ് ഇങ്ങനെ പോകുന്നത് കാണാൻ റോഡിലൂടെ. കുറേ ദൂരം ആയതുകൊണ്ടാണ് ആ ഒരു കാഴ്ച നമുക്ക് കറക്റ്റ് ഇങ്ങോട്ട് കിട്ടാത്തത് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിനി അടുത്തൊരു ലൊക്കേഷൻ തപ്പിയിട്ട് ഇറങ്ങേണ്ടതുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഒരുപാട് ദൂരം ഓടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ ഏകദേശമൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് കുറേ സംഭവം ഇനി ഉണ്ട് കേട്ടോ കാണാനൊക്കെ. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോകാൻ കേട്ടോ. ഇത് കണ്ടോ, അവിടെ ചെറിയ ഷെഡൊക്കെ ഉണ്ടാക്കി വെച്ച് അതിലൊക്കെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കൊല്ലങ്കോട് ടൗണിലെത്തി. അപ്പോൾ വീണ്ടും നാട്ടിലോട്ട് പോവാണ്. രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഓക്കെ, ബായ്.